കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. അവരുടെ സംസ്കാരത്തിന്റെ അളവുകോൽ അളക്കാനുള്ള യന്ത്രം കൂലിപ്പണിക്കാരനും വാർക്കപ്പണിക്കാരനും ആയതുകൊണ്ട് എന്റെ കയ്യിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആ അളവുകോലുണ്ട്. അത് വെച്ച് അവർ തൂക്കുകയും അത് വെച്ച് അവർ അളക്കുകയും ചെയ്യും. 2024 രണ്ടാം ഓണം കണ്ണീരോടുകൂടി ഉച്ചഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ ആയിരക്കണക്കിന് പേർ. ഓരോ കുഴിക്കും 75,000 രൂപ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തു, കാശ് മേടിച്ചു എന്ന് പ്രചരണം ഈ കേരളത്തിലുണ്ടായില്ലേ? ഒരു ദുരന്തബാധിതന്റെ ഹൃദയം തകർന്ന വാക്കുകൾക്ക് ചൂളമടിച്ചും താളമിട്ടും ഉറക്കെ പരിഹസിച്ച് ചിരിച്ചും നിൽക്കുന്നവർ ഏത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്ന് എനിക്ക് വളരെ ഗൗരവമായി തോന്നേണ്ടതുണ്ട്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിൻ്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ ഇറങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരൻ്റെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിമാനകരമായിട്ടുള്ളൊരു സമ്മാനമായി സുഹൃത്തുക്കളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നെ നികൃഷ്ടനാക്കാനോ എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരൻ്റെ പേര് ഉപയോഗിച്ചത്. അപ്പോൾ കൂലിപ്പണിക്കാരനെ കുറിച്ച് പറയുന്നവൻ്റെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാനത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സൈബർ ഇടത്തിൽ ആക്രമണം പാടുന്നു. മന്ത്രി ആരാണ്? നാടകം കളിച്ചയാളാണോ? മന്ത്രി ആരാണ്? രാജാവാണോ? മന്ത്രി ആരാണ് ഇതിൻ്റെ മുകളിൽ കയറി പ്രവർത്തിക്കാൻ? മന്ത്രിക്ക് നടക്കാനും കയറാനും പറ്റുന്ന ഇടങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടോ? കേരളം മുഴുവൻ യഥാർത്ഥത്തിൽ ഇവിടെ പണിയുന്ന വീടുണ്ടല്ലോ, നൗഫലിൻ്റെതടക്കം 410 വീടുകൾ. ആ വീടുകൾക്ക് ഇനി ഒരു ഗന്ധം കൂടി സഹിക്കേണ്ടി വരും. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ അവൻ്റെ മുണ്ട് മുറുക്കി കൊടുക്കുമ്പോഴും ഈ നിധിയിലേക്ക് സംഭാവന ചെയ്ത പാവപ്പെട്ടവൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ട് അവിടുത്തെ ഓരോ ഇഷ്ടിയേക്കും. ആ വികാരം അവിടെ ഉണ്ടാകും. അത് കരുതി അവിടുത്തെ പണിയാൻ പോകുന്നൊരു വീടിനെ, പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിനെ 5 വർഷക്കാലത്തെ ഡിഫക്റ്റ് ലൈബിലിറ്റി ഉൾപ്പെടെ കെയർ ചെയ്തുകൊണ്ട് ലോകത്ത് ഇതുവരെ ഇല്ലാത്തൊരു മാതൃക അവതരിപ്പിക്കുന്നതിന് ഇത്ര മോശമായി ചിത്രീകരിക്കാൻ പാടുമോ എന്നുള്ളത് അവരവരാലോചിക്കണം. അവരുടെ സംസ്കാരത്തിൻ്റെ അളവുകോൽ അളക്കാനുള്ള യന്ത്രം കൂലിപ്പണിക്കാരനും വാർക്കപ്പണിക്കാരനും ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആ അളവുകോലുണ്ട്. അത് വെച്ച് അവർ തൂക്കുകയും അത് വെച്ച് അവർ അളക്കുകയും ചെയ്യും. എത്ര ആക്ഷേപങ്ങളാണ് കേട്ടത്. ഇതുവരെ കൊടുക്കാത്ത ബ്രെഡ് പൂത്ത സ്ഥലമല്ലേ ചൂരൽമല. ജൂലൈ 30 വൈകുന്നേരം ഞാനിരിക്കുമ്പോൾ പല മാധ്യമ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഞങ്ങൾ ഇനിയുള്ള ദിവസം തീരും വരെ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് ഞങ്ങളോട് പറഞ്ഞു. മേപ്പാടി പോളിടെക്നിക്ക് അതിനുള്ള സ്ഥലമായി ഞങ്ങൾ കൊടുത്തു. ആ ഉണ്ടാക്കുന്ന ഭക്ഷണം ഫുഡ് ആൻഡ് സേഫ്റ്റി എല്ലാ മണിക്കൂറിലും പരിശോധിച്ചു. അങ്ങനെ കൊടുക്കുന്ന ബ്രെഡല്ലാതെ അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണമല്ലാതെ ഒരു പീസ് ബ്രെഡ് പോലും ഗവൺമെൻറ് കൊടുക്കാതിരിക്കുമ്പോൾ ആ ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞവർ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഏത് താല്പര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്? ലോകത്തിൻ്റെ മുമ്പിൽ ഈ കേരളത്തെ അപഹസിപ്പിക്കാനല്ലേ? പ്രധാനമന്ത്രി വന്ന ആഗസ്റ്റ് 10 തീയതി എല്ലാ തെരച്ചിലും നിർത്തി എന്ന് പ്രഖ്യാപിച്ചു പ്രസംഗം നടത്തിയത് ഏത് താല്പര്യത്തിൻ്റെ പേരിലാണ്? ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നില്ലെങ്കിലും വിനയത്തോടെ ഒരു കാര്യം പറയട്ടെ. 2024 രണ്ടാം ഓണം കണ്ണീരോടുകൂടി ഉച്ചഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ ആയിരക്കണക്കിന് പേർ. നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാവിലെ മാധ്യമങ്ങളിലൂടെ, ഇതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ബ്രേക്ക് ചെയ്തു. എന്താണ് ആ വാർത്ത? പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ടിൽ കുഴിയെടുത്ത് എല്ലാവിധ നർമ്മകളോടുകൂടി നാം അടക്കം ചെയ്ത ബറയിൽ നടത്തിയ മൃതശരീരങ്ങളിൽ ഓരോ കുഴിക്കും 75,000 രൂപ കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തു, കാശ് മേടിച്ചു എന്ന് പ്രചരണം ഈ കേരളത്തിലുണ്ടായില്ലേ? എത്ര വേദനാജനകമാണത്. ആ ബറയിൽ ഗ്രൗണ്ടിൽ പെരുമഴയത്ത്
അവരവരുടെ യുവജന സംഘടനാ പ്രവർത്തകരുടെ ടീഷർട്ടിന് പുറത്തിട്ട PP കിറ്റിൽ മനുഷ്യനായി നിന്ന് ഒരു ചായ പോലും മേടിച്ചു കുടിക്കാതെ കൊടുത്ത പൊതിച്ചോറ് പകുതി മാത്രം കഴിച്ച് വയറ് നിറയ്ക്കരുത് ഈ പണിക്ക് നിൽക്കുമ്പോൾ എന്ന് കരുതി അവിടെ പ്രവർത്തിച്ച 10,000 ചെറുപ്പക്കാർ വിചാരിച്ചില്ലേ ഞങ്ങൾ കുഴിച്ച കുഴിയിലും ഞങ്ങൾ നടത്തിയിട്ടുള്ള സംസ്കാര ചടങ്ങിലും ഈ ഗവൺമെൻറ് ഓരോ കുഴിക്കും തലയ്ക്ക് വില പറഞ്ഞ് 75,000 രൂപ മേടിച്ചു എന്ന്? ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് 1,202 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് അഥവാ ഒരു എസ്റ്റിമേറ്റ് മെമ്മോറാണ്ടമായി കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തതാണെന്ന് ഞങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടും 36 മണിക്കൂർ ഈ കേരളത്തിലെ നന്മ നിറഞ്ഞ മനുഷ്യരെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ നമ്മുടെ ശീതീകരിക്കപ്പെട്ട ചർച്ചാ സ്ഥലങ്ങളിൽ? അതിനേക്കാൾ വേദന ഞങ്ങൾക്ക് വേറെ ഉണ്ടാകാറുണ്ടോ? ആ 36 മണിക്കൂറിന് ശേഷം എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊരു ചെറിയ തെറ്റുപറ്റി, ഇത്ര നേരവും ഞങ്ങൾ ചർച്ച ചെയ്തത് കൊടുത്തൊരു അപേക്ഷയെക്കുറിച്ചായിരുന്നു, അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ ആ 75,000 രൂപയുടെ പേരിൽ 2 ഓണത്തിനും 3 ഓണത്തിനും ഞങ്ങൾ അനുഭവിച്ച മാനസിക പ്രയാസത്തിൻ്റെ, ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല, ഇത് ശരിയായ വിധത്തിൽ നടത്താൻ നേതൃത്വം നൽകിയ മനുഷ്യരനുഭവിച്ച പ്രയാസത്തിന് ആർക്ക് സമാധാനം പറയാൻ പറ്റും? ഇങ്ങനെ എത്ര ആക്ഷേപങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാണിത് എന്ന് മാത്രമായി കാണാനാകില്ല. ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ത് എന്ന് കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുരന്തം നടന്ന് 61 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി ഏറ്റെടുത്തില്ലേ? ആ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം എത്ര വേഗത്തിലാണ് വ്യവഹാരങ്ങളിലേക്ക് ബന്ധപ്പെട്ടവർ കടന്നുപോയത്? അന്നൊക്കെ ഞങ്ങൾ കാത്തിരുന്നു. മാർച്ച് 27-ാം തീയതി തറക്കല്ലിട്ടപ്പോഴും പണി നടത്താൻ കോടതി അനുവാദം തന്നില്ല. പണം നിശ്ചയിക്കണം LARR പ്രകാരം എന്ന് അന്നും കോടതി വാദിച്ചു. അങ്ങനെ ഏപ്രിൽ 12-ാം തീയതിയാണ് കോടതി അടയ്ക്കുന്ന ദിവസം തുക കോടതി നിശ്ചയിച്ചത്. അന്ന് രാത്രി 11:45 ആ തുക ഈ ട്രഷറിയിലൂടെ അടച്ച് ഏപ്രിൽ 13-ാം തീയതി ആരംഭിച്ചില്ലേ നിർമ്മാണ പ്രവർത്തനം? സ്വാഭാവികമായിട്ടും അവിടുത്തെ നിങ്ങളുടെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരുടെ FB അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാം ഓരോ ദിവസവും പെയ്ത മഴ നവംബർ മാസം വരെ. എന്നിട്ടും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര വേഗതയിലാണ്. മുഖ്യമന്ത്രി ഏപ്രിൽ 14-ന് വിഷുവിൻ്റെ ദിവസം 15-ന് വീടുകളിൽ കയറി താമസിക്കാം എന്ന് പറഞ്ഞത് ആരെങ്കിലും കബളിപ്പിക്കാനാണ് എന്ന് നിങ്ങൾ സത്യസന്ധമായി കരുതുന്നുണ്ടോ? അവിടെ വീടുകളുടെ 102 എണ്ണം ഇതിനകം കൈമാറിയിട്ടുണ്ട്. പക്ഷേ കിഫ്കോണും അതുപോലെ തന്നെ ULCCയും വീട്ടുകാരും കൂടി പരിശോധന നടത്തണം. ഈ മാസം അവസാനത്തോടു കൂടി വീട് മാത്രമല്ല അതിനോടനുബന്ധമായിട്ടുള്ള FTR പ്രകാരമുള്ള ടാറടക്കം ഇട്ടുതരാം എന്നാണ് അവസാനം ULCC കിഫ്കോണിൻ്റെ കൂടി ധാരണയോടുകൂടി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതവർ ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകും. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? അതിന് കേരളത്തെ മുഴുവൻ അപമാനിക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? പോകേണ്ടതുണ്ടോ?